ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റെഡി ആയിരിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കി വെച്ചേക്കേണ്ട ഫോട്ടോസ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഈ എക്സാം. അത് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കണ്ട് അതിൽ 5000 വേക്കൻസി ഉള്ളെങ്കിൽ ആ 5000-ൽ ഒരാൾ ഞാനാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹലോ എവരിവൺ, RRB ALP 2024 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഒഫീഷ്യലി RRBയുടെ വെബ്സൈറ്റ് ഈ ഒരു അപ്ഡേറ്റ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് RRB നോക്കി നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. എക്സാം സിലബസിനെ പറ്റിയും പ്രിപ്പയർ ചെയ്യേണ്ട രീതിയെ പറ്റിയും ഒക്കെയുള്ള സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ തൽക്കാലം ആദ്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നവർ എല്ലാവരും ധൃതിയിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് കളയാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡി ആയിരിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. എല്ലാ RRBസിൻ്റെ വെബ്സൈറ്റുകളിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത RRBയുടെ ALPയുടെ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആദ്യം കണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നാൽ മാത്രമേ ഇതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയാൻ പറ്റൂ. ഇല്ലാതെ നമ്മളൊരു PDF കണ്ടപ്പോൾ തന്നെ പലരും അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞത് അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നാൽ നമുക്കത് ഒഫീഷ്യലി ശരിയാണെന്ന് പറയാം. ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റെയിൽവേയുടെ പല RRBs ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് RRB ട്രിവാൻഡ്രം ഉണ്ട്, RRB ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഗോരഖ്പൂർ ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്. ഇങ്ങനെ പല RRBs ഉണ്ട്. ഏത് RRBയുടെ വെബ്സൈറ്റ് എടുത്താലും, ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു PDF കാണാൻ പറ്റുന്നതാണ്, നോട്ടിഫിക്കേഷൻ വന്ന PDF കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം RRB ട്രിവാൻഡ്രത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഏതാണെന്ന് അറിയണം എന്നുള്ളവർക്ക് ഗൂഗിളിൽ തന്നെ ആദ്യം RRB തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്ന റിസൾട്ട് തന്നെ ഇതായിരിക്കും. RRB Thiruvananthapuram.government.in gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ്, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പേജ് തന്നെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിനകത്താണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ RRB ട്രിവാൻഡ്രം തന്നെ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നില്ല. ഇതിൽ ആദ്യം കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, CN 01/2024 ALPയുടെ നോട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട PDF. ഇന്നലെ നിങ്ങളെല്ലാവരും ഈ ഒരു PDF കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള പേജുകളുണ്ട്. ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ഇതിനകത്ത് അപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമല്ലോ. നോട്ടിഫിക്കേഷൻ കൂടാതെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിക്ക് ഹിയർ ടു ദ ആപ്ലിക്കേഷൻ ലിങ്ക് ഫോർ CN 01/2024 എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലോട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ റിക്രൂട്ട്മെന്റ് RRB എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിൽ അപ്ലൈ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവും. ഈ അപ്ലൈ എന്ന് പറയുന്ന പേജിൽ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും നിങ്ങളെ നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട്, അപ്ലൈ എടുത്തിട്ട് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. ആപ്ലിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റെഡി ആയിരിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കി വെച്ചേക്കേണ്ട ഫോട്ടോസ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി മാത്രം പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കുക. ഫസ്റ്റ്, കാൻഡിഡേറ്റ് മസ്റ്റ് ഡൗൺലോഡ് ഡീറ്റെയിൽഡ് CN 1/2024. അതായത് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കുക. കുറേ അധികം പേജുകളുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക. അത് നന്നായിട്ട് വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഓൺലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നത് ഒന്നാമത്തെ കാര്യമാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് RRBസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നേരിട്ട് പേപ്പർ അയക്കുകയോ അല്ലെങ്കിൽ ലെറ്റർ ആയിട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനിയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എലിജിബിലിറ്റി എന്താണെന്ന് നോട്ടിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ടു ഓൺലി 1 RRB ആൻഡ് ഓൺലി 1 ആപ്ലിക്കേഷൻ പെർ കാൻഡിഡേറ്റ് വിൽ ബി അക്സെപ്റ്റഡ്. അതായത് ഒരുപാട് RRBs ഉണ്ട്. എല്ലാ RRBയിലും ഒരു വട്ടം അപ്ലൈ ചെയ്യാമെന്ന് ആരും കരുതരുത്. ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്ത് ആ RRBയിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷൻസും ക്യാൻസൽ ആയി പോകും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാതായി പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയും ഏത് RRBയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് സംശയമുള്ളവർ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽഡ് ഒരു അനാലിസിസിന് ശേഷം നമുക്ക് എക്സാം കിട്ടാൻ സാധ്യതയുള്ളത് എവിടെയാണ് വേക്കൻസി കൂടുതൽ, എവിടെയാണ് കട്ട് ഓഫ് കുറവ് വരാൻ സാധ്യതയുള്ളത്, പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സജഷൻ എന്ന രീതിയിൽ പ്രിഫറൻസുകൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വരുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു RRBയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച്, ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ ഫീയുടെ കാര്യം പറഞ്ഞു. 500 രൂപയാണ് ജനറൽ കാറ്റഗറി ഉള്ളവർക്കെല്ലാം. അല്ലാത്ത കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ഇവർക്കെല്ലാവർക്കും എന്താ പറയുന്നത്, ഷുഡ് നോട്ട് ബി ദിസ് ഫീ ഓഫ് 250 ഷോൾ ബി റീഫണ്ടഡ്. അതായത് 250 രൂപയാണ് അവർ അടയ്ക്കേണ്ടത്. അവർക്ക് 250 രൂപയെ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എക്സാം എഴുതിയതിന് ശേഷം. ഈ കാര്യമാണ് ഫീസിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത് ഓൺലൈനായിട്ട് തന്നെയായിരിക്കും ഫീസ് പേ ചെയ്യാൻ പറ്റുന്നത്. ക്യാൻ ഓൺലി ബി പെയ്ഡ് ത്രൂ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ UPI സർവീസസ്. ഇങ്ങനെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. മാൻഡേറ്ററി സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ബി കെപ്റ്റ് റെഡി ബിഫോർ ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻസ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകരുത്. അതിനു മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റീസെൻറ്റ് ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് against a plain white background of the candidate in JPEG ഫോർമാറ്റ്. സൈസ് പറയുന്നുണ്ട് 30 കിലോബൈറ്റ് മുതൽ 70 കിലോബൈറ്റ് വരെ. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറേ എക്സാമുകൾ, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, SSC പോലുള്ള പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വൈറ്റ് ആയിരിക്കുക. അതുപോലെ ഫോട്ടോ നിങ്ങൾ സെൻട്രലിൽ തന്നെ പ്ലേസ് ചെയ്യണം. ഫോട്ടോയുടെ സെൻട്രലിൽ തന്നെ നിങ്ങളുടെ മുഖം ഉണ്ടായിരിക്കും ശ്രമിക്കുക. അല്ലാതെ ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ വരാതെ മുഖം തന്നെ സെൻട്രലൈസ് ചെയ്ത് കണ്ണാടികളോ അല്ലെങ്കിൽ മുഖം വലുതായിട്ട് കവർ ചെയ്യുന്ന സ്പെക്സ് ഒന്നും അധികം യൂസ് ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. തൊപ്പി പോലെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 12 കോപ്പീസ് ഓഫ് ദ സെയിം ഫോട്ടോഗ്രാഫ് ഫോർ ഫ്യൂച്ചർ യൂസ് ഡ്യൂറിങ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ ഫോട്ടോയുടെ 12 കോപ്പി എങ്കിലും നിങ്ങൾ എടുത്ത് റെഡിയാക്കി വെച്ചോളുക ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന്. ഈ 2 കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുത്ത് വെക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഒരു 12 കോപ്പി എങ്കിലും നിങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കുക. പല സ്റ്റേജസിലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ആവശ്യം വരും. സ്റ്റേജ് 1നും സ്റ്റേജ് 2നും അടുത്ത വരുന്ന പ്രോസസ്സുകളിലൊക്കെ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. സോ ആ ഫോട്ടോ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇനി പറയുന്നത് സ്കാൻഡ് JPG ഇമേജ് ഓഫ് ദ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇൻ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ഇടുന്നത് എങ്ങനെയാണോ, റണ്ണിങ് ലെറ്റേഴ്സിലാണ്, അങ്ങനെ തന്നെ എഴുതി സ്കാൻ ചെയ്ത്, അതായത് ഒരു പേപ്പറിൽ ഇട്ടിട്ട് അത് സ്കാൻ ചെയ്ത് വെക്കുക. അതിൻ്റെ സൈസും പറയുന്നത് 30 മുതൽ 70 കിലോബൈറ്റ് വരെ അതിൻ്റെ സൈസ് കാണാൻ പാടുള്ളൂ. ആ ഒരു ഇമേജിൻ്റെ, ആ ഒരു സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ ഇമേജിൻ്റെ സൈസ് 30 മുതൽ 70 വരെ. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ SC ST സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ട്രാവൽ, അവർക്ക് ട്രെയിൻ ട്രാവലിന് ഫ്രീ പാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് SC ST സർട്ടിഫിക്കറ്റും നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇനി ഒരു റിക്വയർമെൻറ്റ് കൂടെ ഉണ്ട്. they should have their own active mobile number and a valid personal email ID for all communications for the requirement. അപ്പോൾ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫോൺ നമ്പർ അത് നിങ്ങൾക്ക് ഭാവിയിലും വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ അത് വെക്കരുത്. നിങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഫോൺ നമ്പരും ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും, ഈ 2 കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ എടുക്കുക. ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് പിന്നീട് ആ നമ്പർ ഓർമ്മയില്ല എന്നൊന്നും പറയരുത്. സോ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ റെഡിയാക്കി വെക്കുക. ഇനിയുള്ള സ്റ്റെപ്പുകൾ, ഇത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ മേജറായിട്ട് 3 സ്റ്റെപ്പുകളാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനുള്ളത്. ഒന്ന്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം. ഇപ്പോൾ പറയുന്ന RRB ALPയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റേജ്. ആ ഫോമിനകത്ത് നമ്മൾ സ്കാൻഡ് ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസ് പേയ്മെൻ്റ് ആണ്. ഈ 3 സ്റ്റെപ്പാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പേജിൽ നിന്ന് നമ്മൾ അടുത്ത നാവിഗേറ്റ് പോകുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് സംശയമുള്ളവർ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നേരത്തെ ചാടി കയറി ചെയ്ത് അബദ്ധമായെന്ന് തോന്നരുത്. സോ വെയിറ്റ് ചെയ്യുക, ഒരു 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. ആ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട RRB
RRBs അല്ലെങ്കിൽ വേക്കൻസീസിൻ്റെ ഒരു അവസ്ഥ കറൻ്റ്ലി ഫില്ല് ചെയ്യാൻ പോകുന്നു, ഇനി വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഏത് RRB ആണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മളുടെ ഒരു പ്രിഫറൻസ് ഏത് RRB ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. വേക്കൻസീസിൻ്റെ നമ്പർ കുറഞ്ഞ് എന്ന് വെച്ച് അവസരമല്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഇരിക്കരുത്. അത് പഠിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുന്ന വിന്നേഴ്സിന് പറ്റിയൊരു ശീലമല്ല. അതാ ഞാൻ പറയാനുള്ളത്. കുറേ പേരുടെ കമൻറ്റ് കണ്ട് നെഗറ്റീവായിട്ട് അയ്യോ റെയിൽവേ നമ്മളെ തേച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റുകൾ പറയുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഈ എക്സാം. അത് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കണ്ട് അതിൽ 5000 വേക്കൻസി ഉള്ളെങ്കിൽ ആ 5000-ൽ ഒരാൾ ഞാനാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിന്ന് കളി കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ പറയട്ടെ, എക്സാമിന് വേക്കൻസീസ് നോക്കി പഠിക്കുന്ന ആൾക്കാരല്ല ക്ലിയർ ചെയ്യുന്നത്. എക്സാമിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക. ഇനി 5000 വേക്കൻസി മതി. 5000 വേക്കൻസി അല്ലെങ്കിൽ 4000 വേക്കൻസി അല്ലെങ്കിൽ 1000 വേക്കൻസി അല്ലെങ്കിൽ 5 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 5-ൽ ഒരാൾ ഞാനാണ് എന്ന് പറയാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ എക്സാം. ഇത് കോമ്പറ്റീറ്റീവ് എക്സാമാണ്. കോമ്പീറ്റ് ചെയ്താണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ വേക്കൻസി ഒരുപാടുണ്ടായാൽ മാത്രം റിസൾട്ട് ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഗെയിമിൽ നിന്ന് എപ്പോഴേ ഔട്ടായി കഴിഞ്ഞു. സോ എല്ലാവരോടും പറയാനുള്ളത്, ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ തയ്യാറായിക്കൊള്ളുക. ദിശ അക്കാഡമി ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ഒരു സംശയമില്ല. ബാക്കിയുള്ള എല്ലാ പരീക്ഷകൾക്കും ചെയ്യുന്ന പോലെ വീഡിയോ സീരീസുകൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും യൂട്യൂബ് ചാനൽ വഴി. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല കുറച്ചുകൂടി ഓർഡറായിട്ട് പഠിച്ച് ഈ വർഷം ജോലി മേടിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയിലും കാലിക്കറ്റിലും ഉണ്ട്. പുതിയ ബാച്ച് ഈ വരുന്ന ജനുവരി 29-ന് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 2 ബ്രാഞ്ചുകളിലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതൊന്നും അല്ല, എന്തെങ്കിലും പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ RRB ALPയുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട പല മാർഗ്ഗങ്ങളാണ്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ തന്നെ കോഴ്സ് എടുത്ത് പഠിക്കണം, ഫ്രീ ആയിട്ടുള്ള കോഴ്സ് എടുക്കരുത് എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വഴികൾ തരികയാണ്. ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് യൂട്യൂബ് ക്ലാസ് വഴി പഠിക്കുക, അല്ലാതെ കുറച്ചുകൂടി ഓർഡർലി പഠിക്കണം എന്നുള്ളവർക്ക് കോഴ്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് പഠിക്കുക. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഓപ്ഷൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ ബ്ലൈൻഡായിട്ട് ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും ചിന്തിക്കാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് എപ്പോഴും റിസൾട്ടുകളും വിജയവും ഉണ്ടാകുന്നതെന്ന് വീണ്ടും പറയട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ബാക്കി അപ്ഡേറ്റ്സ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ആ അപ്ഡേറ്റ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ വിവരം, ഈ ഒരു എക്സാമിൻ്റെ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്